അത് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അന്തം വിട്ട കാശായതേ. ഓരോന്ന് നമ്മൾ ചെന്ന് മേടിക്കാം, മോഹം കൊണ്ടൊക്കെ മേടിച്ചു പോകുന്നതാണ്. നമുക്ക് ഇത് പരിചയപ്പെടുത്തണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ? വാ, ഞാന് നമ്മുടെ എന്തെടുക്കും അവിടെ പിന്നെ ഈ കടലാസ് ചെടികളൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കടലാസ് ചെടി എന്ന് പറഞ്ഞാല് എല്ലാം പൂത്തിട്ടുണ്ട്. പൂത്തിട്ടുണ്ട്. ഓരോ ഇന്റർനാഷണൽ പേരുകൾ ഇട്ടിട്ട് കീറിയ കാശാ ഓരോന്നിനും മേടിക്കുന്നത്. ഓരോന്നിന്റെ പേര് കേട്ടാല് അന്തം വിട്ടു. എന്തോ ഫയറോപ്പാല്, റൂബി റെഡ്, ചില്ലി റെഡ്, പിന്നെ എന്തോ ഫ്ലെയിം റെഡ്, മഹാരാജാവ്, മഹാറാണി, അർജുന. കൊതികൊണ്ട് ഭംഗി കണ്ടിട്ട് മേടിച്ചതാ. ഇതൊക്കെയെന്ന് പറഞ്ഞാ ഇതെന്തോ മേടിച്ചതാ അർജുന. ഇത് ഒരു നീല, ഒരു നരച്ച വയലറ്റ് കളർ. അത് ഒരു ഹൈബ്രിഡ് ആണ്. ഇതൊക്കെ നമ്മളിപ്പോ മേടിച്ചതാ. ഇതെന്തോ റൂബി റെഡ്. ഇതാ, ഇത് റൂബി റെഡ്. ഇതാ പൂ താണ്ട ഇതാ പൂ ഉണ്ടാ. ഇത് നല്ല രസമുള്ള ഒരു ചെടിയാ, നിറച്ച് പിടിക്കും. പിന്നെ ഇത് നമ്മളിപ്പോ മേടിച്ചതാണ്. ഇതിന്റെ പേരെന്തോന്ന് അറിയത്തില്ല, വയലറ്റ് എന്തോ നല്ല ഇന്റർനാഷണൽ പേരുകളാ. ഹൈബ്രിഡ് ആണ്. ഇത് എന്തോന്ന്, സൺറൈസ് എന്ന് പറയാം. സൺറൈസ് വൈറ്റ് എന്തൊരു അങ്ങനെ പറയുന്നത്. ഇത് ഐസ്ക്രീം, ചില്ലി ഐസ്ക്രീം. ഇതിന്റെയൊക്കെ പൂ ഒഴിഞ്ഞു പോയി. ഇതൊക്കെ ഭയങ്കര രസമാണ്, നിറച്ച് പൂത്തിടൊക്കെ കാണാൻ. ഇതെന്താണെന്നറിയാമോ? ഫയറോപ്പാൽ. അപ്പൊ ഇതെല്ലാം ഹൈബ്രിഡ് ആണ്. ഇതെന്തായിരുന്നു? 3 സ്റ്റാർ. ഇപ്പൊ 2 വന്നിട്ടുള്ളൂ, 3 വന്നില്ല. ഇതാണോന്ന് അറിയില്ല. 2 വെള്ള പച്ച. ഇത് 3 സ്റ്റാർ. ഇത് പിന്നെ ഫ്ലെയിം റെഡ് എന്ന് പറയും. എന്റെ പൂ കണ്ട, ഇത് നിറയെ പിടിച്ച. ഇതൊക്കെ നമ്മളിപ്പോ മേടിച്ചതാ, കൊതി കൊണ്ടിട്ട് മേടിച്ചതാ. ഇതൊക്കെ കണ്ട് ഇതിന്റെ ഭംഗി കണ്ടിട്ട് യൂട്യൂബിൽ എത്ര ഇതിന്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാ. ഇത് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അന്തം വിട്ട കാശായതേ. ഓരോന്ന് നമ്മൾ ചെന്ന് മേടിക്കാം, ചില്ലി റെഡ് അല്ലേ, മോഹം കൊണ്ടൊക്കെ മേടിച്ചു പോകുന്നതാണ്. ആ കളറുണ്ട്. ഇതും ചില്ലി റെഡാ. ഇത് ചില്ലി റെഡ്. ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആണെന്ന് തോന്നുന്നു, ഹാങ്ങിങ് ടൈപ്പ്. കൊള്ളാം. പിന്നെ ഇത് എല്ലാം കൂടെ ഒരു കാര്യം, ഡോക്ടർ റാവു ഡോക്ടർ റാവു അങ്ങനെ കണ്ടാ പറയുന്നത്. അങ്ങനെ കണ്ടാ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതെല്ലാം കൂടെ ഇങ്ങനെ പൂത്ത് കിടന്നാലും നല്ല ഭംഗിയാണ് ഈ കടലാസ് ചെടി. പണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മള് പിന്നെ പറമ്പില് ഇങ്ങനെ ചട്ടിയിലല്ല തറയിൽ നട്ടിട്ട് വെട്ടിക്കളയുക, എങ്ങനെങ്കിലും ഒഴിവാക്കുക. നല്ല സൂപ്പർ പോലെ അത് കണ്ടോ, ഹൈബ്രിഡ് ആണോ എന്തോന്ന് അറിയത്തില്ല. പക്ഷെ നല്ല രസമുള്ള പൂ. 2 കളറാണത്. അതിന്റെ 3 കളറുള്ളത് അവിടെ വയ്ക്കുന്നു. അതെല്ലാം നല്ല രസമാണ്. പിന്നെ നമുക്ക് അപ്പം നമ്മൾ വന്നതെന്ന് എന്തോന്നാ ഇങ്ങനൊരു സാധനം പരിചയപ്പെടുത്താണ്. ഞങ്ങൾ എന്ന് വാഗമൺ പോയാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും, പ്രത്യേകതയുള്ള ഗിഫ്റ്റ് കിട്ടും. അപ്പൊ അത് ഗിഫ്റ്റ് വരുന്ന ഞങ്ങളൊരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ചിഹ്നമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമുക്ക് കിട്ടിയത് ചിരവ. സാധാ ചിരവയല്ല, കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പോയപ്പോ കിട്ടിയ ഒരു സാധനമാണിത്. ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്താ സാധനമാണ് ഇത്? പിന്നെ എന്തോ ഇതിന്റെ ഇത് രാമച്ചം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. രാമച്ചം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത്. ഇതിന്റെ ഉപയോഗം നമ്മുടെ പിന്നെ കുളിക്കുമ്പോൾ നമ്മുടെ മുതുവൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. അപ്പൊ നല്ല അപ്പൊ മുതുകൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഇത്തിരി പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ വഴങ്ങി വരത്തില്ല. അപ്പൊ മുതുകൊക്കെ തേക്കാൻ പറ്റിയൊരു സാധനമാണ്. സോപ്പ് വെച്ചിട്ട് ഇത് രാമച്ചമാണ്. അപ്പൊ ഇതൊരു നാച്ചുറൽ രാമച്ചാൻ്റെ ഫൈബർ, ധനലക്ഷ്മി ബാത്ത് ബ്രഷ്, ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയോണ്ടെന്ന് കാണിച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് കാണിച്ചതാണ്. ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ്. അപ്പോൾ ഇതിൻ്റെ അവരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ കണ്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് എളുപ്പം കുളിക്കുമ്പം ആരുടെ സഹായമില്ലാതെ മുതുകൊക്കെ തേക്കാൻ
പറ്റിയ അടിപൊളി സാധനമാണ്. നമ്മളിതുവരെ ഉപയോഗിച്ചില്ല കേട്ടോ, ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പം പിന്നെ തേച്ച് നോക്കണം. മണമുണ്ട്, രാമചന്ദ്രൻ്റെ മണമുണ്ട്. പിന്നെ എനിക്ക് നന്നായിട്ട് മണം അറിയത്തില്ല, മണത്തിൻ്റെ സോഫ്റ്റ്വെയർ അടിച്ചു പോയിട്ട് കാലം കുറേ ആയി. പിന്നെ അപ്പം ഇത് ആവശ്യക്കാർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, വാങ്ങുക, ഉപയോഗിക്കുക. ഇതിപ്പം പിന്നെ കുടുംബശ്രീയുടെ അല്ല, നമ്മൾ ആർക്കും ഈ പ്രൊമോഷൻ പ്രൊമോഷൻ ഇത് ഞങ്ങൾ ആർക്കും പ്രൊമോഷൻ ചെയ്യുന്നതൊന്നുമല്ല. ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നം ഞങ്ങൾക്ക് ചിന്നു തന്നൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട്, ചിന്നു ഗിഫ്റ്റിൻ്റെ ആളാണ്. പിന്നെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. കാര്യം ഇതുവരെയും ഇങ്ങനൊരു ഉൽപ്പന്നം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം കാണുന്നത്. നമ്പറിൽ വിളിച്ചാൽ കിട്ടും, അവരയച്ചു തരും. പിന്നെ ഉണ്ട് അതിനകത്ത് ഒരാൾ മുതു തേക്കുന്ന പടമൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ കാര്യം പറ. എന്താ നമുക്ക് അപ്പം പിന്നെ ഇത് നമ്മൾ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ നേരത്തെ ഇതുപോലെ ഭയങ്കര വില കൊടുത്ത് മേടിച്ച അഡീനിയം പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞങ്ങൾ ഓഫർ ലെവലിൽ പിന്നെ കൊടുത്തു. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുണ്ടാക്കിയത്, അത് കുറച്ച് പേർക്ക് ഇനിയും കുറച്ച് പേർക്ക് കൊടുക്കാറുണ്ട്, തൈ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് അതിൽ കുറേ പേരുടെ മെസ്സേജ് നോക്കിയിട്ടില്ല. കാര്യം മെസ്സേജ് നോക്കിയാൽ അതിങ്ങ് മിക്സാവും. അതുകൊണ്ട് ആരുടെയും മെസ്സേജ് നോക്കിയിട്ടില്ല, അവരാരും പിന്നെ മെസ്സേജ് നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷമിക്കണ്ട. അപ്പം നിങ്ങളുടെ മെസ്സേജ് നോക്കുമ്പം നിങ്ങൾക്ക് പിന്നെ ഈ സാധനം ഞങ്ങൾ റെഡിയാക്കി അയക്കാൻ വേണ്ടിയായിരിക്കും മെസ്സേജ് ഇടുന്നത്, നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നോക്കി അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെയും ഒരു സ്പെഷ്യൽ ഓഫർ ഞങ്ങൾ തരാം. കാര്യം അതുപോലെ നോക്കുന്നത് ഭയങ്കര വില കൊടുത്തൊന്നും വാങ്ങണ്ട, നമ്മളെ കൊണ്ട് കിട്ടുന്നത് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ന്യായമായ നോർമൽ വിലയ്ക്ക്, സാധാ ഒരു ചെടിയുടെ വിലയ്ക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. പരമാവധി ഞങ്ങൾ പിന്നെ തൈ ഉണ്ടാക്കാൻ നോക്കാം. തൈ ഉണ്ടാക്കിയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയത് ഭയങ്കര വില കൊടുത്താൽ ഓരോന്നിൻ്റെയൊക്കെ വില കേട്ടാൽ അന്തം വിട്ടു. പിന്നെ എന്തോ ഒരു മഹാറാണിയുടെ വില 8000 രൂപ. അത് വലിയതിൻ്റെ ഇത്രയുള്ള ഒരെണ്ണത്തിൻ്റെ വില. അത് പുതിയ വെറൈറ്റി. പുതിയ വെറൈറ്റിയാണ് 8000 രൂപ. അത് കാരണം അതൊന്നും മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് എത്ര രൂപ? ഇത് പിന്നെ 1000 രൂപയ്ക്ക് അടുത്തങ്ങാണ്ടായി. അങ്ങനെ ഭയങ്കര വിലയാണ്. നമ്മളൊക്കെ അതിന്റെ റേറ്റ് ഒക്കെ കുറച്ച് നല്ല നോക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് റേറ്റ് കുറച്ച് കിട്ടുന്നത് ഒരുപാടൊന്നും കാണത്തില്ല, കുറച്ച് പേർക്കൊക്കെ തരാം. ഞങ്ങൾ തൈയൊക്കെ ഉണ്ടാക്കി തരാം, കുഴപ്പമില്ല. ഓക്കെ, ശരി. നമുക്കിനി അടുത്ത എന്തെങ്കിലും ഒരു പുതുമയുടെ ഒരു വീഡിയോ ആയിട്ട്, ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.